ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണമെങ്കിലും ആക്കാം. വളരെ ഈസിയാണ്. മെയിനായിട്ട് നമുക്കതിന് രണ്ട് സാധനങ്ങൾ മതി. ഒന്ന് റവ, പിന്നെ പെരിഞ്ജീരകം, പിന്നെ അത് ഒന്ന് കുഴച്ച് കൂട്ടാൻ ആവശ്യമായ നല്ല തിളച്ച ചൂടുവെള്ളം, അല്പം ഉപ്പ്. തിളച്ച ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ തിളപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ആക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഓർപ്പിക്കുകയാണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റവപ്പത്തിരി എന്ന് പറയാം. റവപ്പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതേ നമ്മുടെ റവപ്പത്തിരി തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കേണ്ട. റവ ഈ ഗ്ലാസ്സിന് ഒരു 2-2.5 ഗ്ലാസ് റവ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ പെരിഞ്ജീരകം. അപ്പോൾ നമുക്ക് ആദ്യം ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാണ്ട് നല്ല ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഴച്ചെടുക്കാം. നമുക്ക് നല്ല ചൂടായതുകൊണ്ട് കൈ പൊള്ളും. അതുകൊണ്ട് ആദ്യം ഒന്ന് തവി വെച്ച് കുഴച്ചെടുത്തിട്ട് ഇച്ചിരി ചൂട് ഒതുങ്ങി കഴിയുമ്പോൾ നമുക്ക് പെരിഞ്ജീരകം കൊണ്ടിട്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. ഒത്തിരി വെള്ളം കൂടി പോകരുത്, കുറഞ്ഞും പോകരുത്. അതായത് നമുക്ക് നല്ലോണം തവി കൊണ്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. ഇത് 2 മിനിറ്റ് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് ജീരകം ഇടുവാണ്. പെരിഞ്ജീരകമാണ്. ഈ ഒരു സ്പൂണിന് നിറച്ചൊരു സ്പൂണ് ഇട്ടാൽ മതി 2 ഗ്ലാസ് റവയ്ക്ക്. ഇത് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ. 2 സാധനങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാം. ഞാനിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇടുക. നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അല്ലേ, ഇതിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇവനെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഇങ്ങനെ ഓരോ ഉരുളകളാക്കി എടുക്കുക. ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തുക. കൈ കൊണ്ട് ഇങ്ങനെ പരത്തുക. ഇങ്ങനെ ഓരോന്നും നമുക്ക് പരത്തി വെച്ചിട്ട് ഒന്നിച്ചെണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നമ്മളെല്ലാം ഇതാ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പരത്തി വെക്കുമ്പോൾ കയ്യിൽ ഒട്ടുവാന്ന് തോന്നുവാണെങ്കിൽ കയ്യിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുത്താൽ മതിയേ. അത് ഞാൻ പറയാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. എണ്ണയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ വീഡിയോ എടുത്ത് ചെയ്യുന്നതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മൾ പ്രാക്ടീസായി വരുന്നതേ ഉള്ളൂ. സൗണ്ട് കുറവോ ക്ലാരിറ്റി കുറവോ ഒക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ.
ഇത് നമുക്ക് വറുത്തെടുക്കുമ്പം ചിലപ്പം കുറച്ച് കട്ടിയാന്ന് തോന്നും. തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റാണ്. നമുക്ക് മക്കളുടെ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റവപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതെ. അപ്പോൾ ഞാൻ ഒരെണ്ണം നിങ്ങളെ കഴിച്ച് കാണിക്കാം. ക്രിസ്പി ആയിട്ട് കഴിക്കണമെങ്കിൽ ചൂടോടെ കഴിച്ചോ. ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ട് കഴിച്ചു. ആവി പറക്കുന്ന റവപ്പത്തിരി സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോ കാണാം. ബൈ.